PSC ഗവർണർ എന്ന ഒരു ടോപ്പിക് എടുത്താൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ്. ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 153 ആണ് ഗവർണറെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ വകുപ്പ്. ഇനി ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ 6. ആർട്ടിക്കിൾ 153 ഭാഗം 6. സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആരാണെന്ന് ചോദിക്കും. സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണർ ആണ്. ഗവർണറെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ് ഗവർണറെ നിയമിക്കുന്നത്. നീക്കം ചെയ്യുന്നതും പ്രസിഡന്റ്. അപ്പോൾ ഗവർണറെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും പ്രസിഡന്റ്. ഉറപ്പിച്ചു പോകണം ഫ്രണ്ട്സ്. നമ്മൾ പഠിക്കുന്ന ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പലതവണ ചോദിച്ചിട്ടുള്ളതാണ്, മാറിപ്പോകാൻ സാധ്യതയും ഉള്ളതാണ്. ഗവർണറെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും പ്രസിഡന്റ്. സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? ഗവർണർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഗവർണർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത്. ഗവർണറുടെ കാലാവധി എത്ര വർഷം? ഇത് പലതവണ ചോദിച്ചതാണ്. ഗവർണറുടെ കാലാവധി 5 വർഷമാണ്. യോഗ്യത എന്ന് പറയുമ്പോൾ 35 വയസ്സ് പൂർത്തിയാവണം. ഇന്ത്യൻ പൗരനായിരിക്കണം. പാർലമെന്റിലേക്കോ നിയമസഭയിലെയോ അംഗമാവരുത് എന്നുള്ളതുണ്ട്. യോഗ്യത 35 വയസ്സ്, ഇന്ത്യൻ പൗരനായിരിക്കണം, പാർലമെന്റിലോ നിയമസഭയിലോ അംഗമാവരുത് എന്നുണ്ട്. ഓക്കെ. രാജിക്കത്ത് നൽകുന്നത്, ഈ ഗവർണർ രാജിക്കത്ത് നൽകുന്നത് ആർക്ക് മുന്നിലാണ്? പ്രസിഡന്റിനാണ് കൊടുക്കുന്നത്. മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ഗവർണർ. ഗവർണർ രാജിക്കത്ത് നൽകുന്നത് പ്രസിഡന്റിനാണ്. PSC ചെയർമാനെയും മറ്റ് അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാലും ഗവർണറാണ്. PSC ചെയർമാനെയും മറ്റംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. PSC ചെയർമാനെയും മറ്റംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് പക്ഷേ പ്രസിഡന്റ് ആണ്. ഇത് മാറിപ്പോവരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്ഷൻ കാണുമ്പോൾ കൺഫ്യൂഷൻ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. PSC ചെയർമാനെയും മറ്റംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറും അവരെ നീക്കം ചെയ്യുന്നത് പ്രസിഡന്റുമാണ്. ഗവർണർ ആരുടെ പ്രതിനിധിയാണ്? കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധിയാണ് ഗവർണർ. ജില്ലാ ജഡ്ജിമാരെ നിയമിക്കുന്നതും ഗവർണറാണ്. ജില്ലാ ജഡ്ജിമാരെ എല്ലാം നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ഗവർണർ. നിയമസഭാ സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നതും ഗവർണർ. ആരാണ്? ഗവർണറാണ്. അപ്പോൾ ജില്ലാ ജഡ്ജിമാരെ നിയമിക്കുന്നത്, അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത്, നിയമസഭാ സമ്മേളനങ്ങളെല്ലാം വിളിച്ചു ചേർക്കുന്നത് ഗവർണർ. സംസ്ഥാനങ്ങളിൽ ഗവർണർക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ഏതാണ് ആർട്ടിക്കിൾ? പ്രസിഡന്റിന്റെ ആർട്ടിക്കിൾ കൂടി ഓർത്തു വെക്കാം കേട്ടോ. ആദ്യം നമുക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ ഗവർണർക്ക് അധികാരം നൽകുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് നോക്കാം. അത് 213, ആർട്ടിക്കിൾ 213 ആണ്. 213 ഗവർണർക്ക് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന ആർട്ടിക്കിൾ 213. അപ്പോൾ പ്രസിഡന്റിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന ആർട്ടിക്കിളോ? അത് 1, 2, 3 എന്ന് ഓർത്തിരുന്നാൽ മതി. 1, 2, 3 123. ആർട്ടിക്കിൾ 123 പ്രസിഡന്റിന് 1, 2, 3 ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ ഗവർണർക്ക് അധികാരം നൽകുന്നത് ആർട്ടിക്കിൾ 213. ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ പ്രസിഡന്റിന് അധികാരം നൽകുന്നത് ആർട്ടിക്കിൾ 1, 2, 3 123. ഓക്കെ. ഇന്ത്യയിലെ ആദ്യ വനിതാ ഗവർണർ ആരാണ്? ആരാണെന്ന് നോക്കാം. സരോജിനി നായിഡു ആണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യ വനിതാ ഗവർണറാണ് സരോജിനി നായിഡു. അപ്പോൾ ഇന്ത്യയിലെ രണ്ടാമത്തെ വനിതാ ഗവർണർ രാം ഗുലാരി സിൻഹയാണ്. ഇന്ത്യയിലെ രണ്ടാമത്തെ വനിതാ ഗവർണർ. ആദ്യത്തേത് സരോജിനി നായിഡു, രണ്ടാമത്തേത് രാം ഗുലാരി സിൻഹ. ഗവർണർ നിലവിലില്ലാത്ത സാഹചര്യത്തിൽ ആ പദവി വഹിക്കുന്നത് ആരാണ്? ഇപ്പോൾ ഗവർണർ നിലവിലില്ല, ആ സാഹചര്യത്തിൽ ആ പദവി വഹിക്കാൻ അധികാരം ആർക്കാണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനാണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ വേറൊരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയായിരുന്നല്ലോ. ഗവർണർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഗവർണർ നിലവിലില്ലാത്ത സാഹചര്യത്തിൽ ആ പദവി വഹിക്കുന്നതും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഗവർണറുടെ വേതനം എത്രയാണെന്ന് പല
പല പരീക്ഷകളിലും ചോദിച്ചിട്ടുണ്ട് ഗവർണറുടെ വേതനം 3.5 ലക്ഷം രൂപയാണ്, പ്രതിമാസം 3.5 ലക്ഷം രൂപയാണ്. കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി അറിയപ്പെടുന്നത് രാജ്ഭവൻ എന്നാണ്. ട്രിവാൻഡ്രത്താണ് കേരള ഗവർണറുടെ ഔദ്യോഗിക വസതി, രാജ്ഭവൻ. കേരള ഗവർണർ ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് ആണ്. ഇപ്പോഴത്തെ കേരള ഗവർണർ ആരാണ്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഫ്രണ്ട്സ്. കേരള ഗവർണർ ആരാണ് ഇപ്പോഴത്തെ? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ് ഇപ്പോഴത്തെ കേരള ഗവർണർ. PSCയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതുപോലുള്ള ടോപ്പിക്സ് നമ്മൾ പോസ്റ്റിൽ പിൻ ചെയ്യുന്നതാണ്. ലിങ്ക് വഴി ഡയറക്റ്റ് കയറാവുന്നതാണ് ഫ്രണ്ട്സ്. പോസ്റ്റിൽ പിൻ ചെയ്ത് വെക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.